കടലിൽ മീനൊക്കെ പിടിച്ചു, കൂട്ടുകാരോടൊപ്പം ചെറുങ്ങനൊന്ന് പോയി മിനുങ്ങുകയൊക്കെ ചെയ്തു. വൈകുന്നേരം തൻ്റെ കുടിലിലേക്ക് വരുന്ന, അപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന തൻ്റെ മകനുണ്ട്. രാത്രിയായിട്ടുണ്ട്, അവൻ ഉറങ്ങാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അവൻ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാല് കടലിൽ നിന്ന് പൂഴിയടിക്കുന്നുണ്ട്. എന്നിട്ട് കടലിലേക്ക് തിരിച്ചറിയാം. രാത്രി ചന്ദ്രന്റെ വെളിച്ചത്തിലായത് കാണുന്നത്. ഈ കുട്ടി പൂഴിയെടുക്കുന്നുണ്ട്, കടലിലേക്ക് എറിയുന്നു, പൂഴിയെടുക്കുന്ന കടലിലേക്ക് എറിയുന്നു. അപ്പൊ ഇയാള് കരുതി പരീക്ഷക്കങ്ങ പഠിച്ച് മകന്റെ തലക്കെന്തോ പറ്റിയതാണ്. അപ്പൊ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് കാര്യം മനസ്സിലായത്. അതിന്റെ തൊട്ട് തലേ ദിവസം തിരമാലകൾ ശക്തിയായിട്ട് വന്ന് കരയിലേക്ക് അടിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നക്ഷത്ര മത്സ്യത്തിന്റെ കുട്ടികൾ ആ തിരമാലയിലൂടെ കടപ്പുറത്തേക്ക് അടിഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ നക്ഷത്ര മത്സ്യത്തിന്റെ കുട്ടികളുടെ ശരീരത്തിലേക്ക് സൂര്യപ്രകാശം വീണ് കഴിഞ്ഞാൽ ഈ കുട്ടികളെല്ലാം ചത്തുപോകും. അത് സൂര്യപ്രകാശം വീഴുന്നതിന് മുന്നേ ഈ നക്ഷത്ര മത്സ്യത്തിന്റെ കുട്ടികളെ ഓരോന്നിനെയായിട്ട് എടുക്കുക, കടലിലേക്ക് എറിയാം, എടുക്കുക, കടലിലേക്ക് എറിയാം. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ഈ കുട്ടി ഇത് ചെയ്യുന്നത് ഇവൻ പൊട്ടനായതുകൊണ്ടോ ഭ്രാന്ത് ആയതുകൊണ്ടോ അല്ല, ഈ പാവപ്പെട്ട ഈ മീനുകളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പിന്നെ കുട്ടികളെ ഇത് മനസ്സിലാക്കിയാൽ രക്ഷിതാക്കളുടെ ഒരു സ്വഭാവം എന്താ? അതിനെ പിന്തിരിപ്പിക്കുക. അപ്പൊ പറഞ്ഞു, നീ അങ്ങോട്ട് നോക്ക്, നീ ഇങ്ങോട്ട് നോക്ക്, അത്രയും നക്ഷത്ര മത്സ്യത്തിന്റെ കുട്ടികൾ വന്ന് അടിഞ്ഞിട്ടുണ്ട്. നീ നടന്നു തീരുന്ന അത്രയും ദൂരം നടന്നാലും ഇന്ന് ഉറക്കൊഴിഞ്ഞ് നീ ഇത് മുഴുവൻ ശ്രമിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റാത്തത്രയും നക്ഷത്ര മത്സ്യത്തിന്റെ കുട്ടികൾ ഈ കടപ്പുറത്ത് വന്ന് അടിഞ്ഞിട്ടുണ്ട്. നീ എന്നല്ല, ഇവിടുത്തെ കടപ്പുറത്തുള്ള എല്ലാ കുട്ടികളും ശ്രമിച്ചു കഴിഞ്ഞാലും ഇതിനെ എങ്ങനെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല. നിനക്കിത് നിർത്തി റൂമിൽ പോയി കിടന്നുറങ്ങിക്കൂടെ എന്ന്. അപ്പൊ ആ കുട്ടി പറഞ്ഞൊരു മറുപടിയുണ്ട്, ഈ ലോകത്തിലുള്ള മുഴുവൻ നക്ഷത്ര മത്സ്യത്തിന്റെ കുട്ടികളുടെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് കടലിലേക്ക് വലിച്ചെറിയുന്ന ഒരു നക്ഷത്ര മത്സ്യമാണെങ്കിൽ അതിന്റെ ജീവൻ ബാക്കിയുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിക്കുമെന്ന്. ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയൊന്നും നന്നാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് നന്നാക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. അത് നമ്മുടെ വീട്ടിലെ കുട്ടിയാണ്, നമ്മളാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ലോകം നന്നാവാൻ ഒരു എളുപ്പ വഴിയേ ഉള്ളൂ, അത് നീ സ്വയം നന്നാവുക. താങ്ക് യു.